ലോകകപ്പ് ഗ്രൂപ്പ് സിയിലെ ആവേശപ്പോരിൽ ഇന്ന് ബ്രസീലും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടാൻ പോവുകയാണ്. നെയ്മർ കളത്തിലിറങ്ങാൻ സജ്ജനാണ് എന്ന് കോച്ച് ആഞ്ചലോട്ടി വ്യക്തമാക്കിയതോടുകൂടി ആവേശത്തിലാണ് ബ്രസീലിന്റെ ആരാധകർ. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 മിയാമിയിലാണ് മത്സരം. ആവേശകരമായുള്ള പോരാട്ടം പ്രതീക്ഷിക്കാം. നെയ്മറിന്റെ സംഘവും ഒപ്പം സ്കോട്ട്ലൻഡും കളത്തിൽ. 24 വർഷമായി ബ്രസീൽ കാത്തിരിക്കുകയാണ് ലോക കിരീടം നാട്ടിലെത്തിക്കാൻ. വമ്പൻ പ്രതീക്ഷയോടെയാണ് US-ലെത്തിയതും. എന്നാൽ മൊറോക്കോ ഏൽപ്പിച്ച ഷോക്ക് ഹെയ്ത്തിക്കെതിരായ ജയത്തോടെ പൂർണ്ണമായി വിട്ടുമാറിയോ എന്ന് സംശയമുണ്ട് ആരാധകർക്ക്. സാമ്പാത്താളം മടങ്ങിയെത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിക്കുമ്പോഴും ഉള്ളു തുറന്നാൽ അറിയാം ആരാധകരുടെ ആശങ്ക. ഗ്രൂപ്പ് സിയിൽ 4 പോയിന്റുമായി ബ്രസീൽ നിലവിൽ 1-ാം സ്ഥാനത്തുണ്ട്. ഹെയ്ത്തിക്കെതിരെ ആദ്യ ലെവലിലെത്തിയ മത്തയൂസ് കൂഞ്ഞ ഇരട്ട ഗോളുമായി തിളങ്ങിയത് ആവേശകരമായിരുന്നു. വിനീഷ്യസ് ജൂനിയറും ഗോൾ വേട്ടയിലുണ്ട്. നെയ്മർ കൂടി എത്തുമെന്നാണ് ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനം. കളിക്കാൻ നെയ്മർ സജ്ജനായി എന്ന് കോച്ച്. Attitudine de Neymar en estos días ha sido muy boa, porque obviamente conoce muy bien el compañero, trabajó muy bien, con mucha seriedad, tentando de recuperar lo más cedo posible. Estoy muy feliz con él. നെയ്മർ കായികക്ഷമത വീണ്ടെടുത്തുവെങ്കിലും പകരക്കാരനായി കളത്തിലിറക്കാനാണ് സാധ്യത. മറുവശത്ത് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സ്കോട്ട്ലൻഡ്. ആദ്യ മത്സരത്തിൽ ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 ഗോൾ തോൽപ്പിച്ച് ആവേശത്തോടെ തുടങ്ങിയ സ്കോട്ട്ലൻഡ് പക്ഷേ 2-ാം മത്സരത്തിൽ മൊറോക്കോയോട് പരാജയപ്പെട്ടു. അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ബ്രസീലിനെതിരെ അട്ടിമറി ജയം അത്യാവശ്യമാണ്. സ്കോട്ട് മക്ടോമിനിയുടെ മിഡ്ഫീൽഡ് കരുത്തിലാണ് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ. ലോകകപ്പ് ചരിത്രത്തിൽ ഇത് 5-ാം തവണയാണ് 2 ടീമുകളും നേർക്കുനേർ വരുന്നത്. മുൻ ചരിത്രം പരിശോധിച്ചാൽ 4 മത്സരങ്ങളിൽ 3-ലും വിജയം ബ്രസീലിനൊപ്പമായിരുന്നു. സ്കോട്ട്ലൻഡിന് ഇത് പ്രതികാരത്തിനുള്ള ഒരു അവസരം കൂടിയാണ്. 28 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് വേദിയിലേക്ക് തിരിച്ചെത്തിയ സ്കോട്ട്ലൻഡിന് 1998 ലോകകപ്പിൽ തങ്ങളെ പുറത്താക്കിയ ബ്രസീലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ആ കണക്കങ്ങ് തീർക്കാം. ബ്രസീലിയൻ പ്രതിരോധത്തിലെ പിഴവുകൾ മുതലെടുക്കുക എന്നതായിരിക്കും സ്കോട്ടിഷ് ആലോചന. മിയാമിയിലെ കളിമുറ്റത്ത് സാമ്പാ താളം കേൾക്കുമോ അതോ ടാർട്ടൻ ആർമിയുടെ ബാക്ക് പൈപ്പറുകൾ ഈണം മുഴക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.